ആദ്യ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ടീമിനെ പഞ്ഞിക്കിട്ട ആവേശത്തിലാണ് ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റിന് ഇറങ്ങുന്നത്. ഇപ്പോഴിതാ രോഹിത് ശർമ്മ തിരിച്ച് ടീമിലേക്ക് എത്തി. ഇന്ത്യൻ ടീം ഇന്ന് സന്നാഹ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ചിൽ രോഹിത് ശർമ്മയും കോഹ്ലിയും അടിച്ചു കളിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ നേരത്തെ തന്നെ അടച്ചിട്ട സ്റ്റേഡിയത്തിൽ പരിശീലനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ റിസൾട്ടാണ് ആദ്യ ടെസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ റെക്കോർഡ് വിജയമാണ് സ്വന്തമാക്കിയത്. ഇപ്പോഴത്തെ ഇന്ത്യ രണ്ടാമത്തെ ടെസ്റ്റിന് മുന്നോടിയായിട്ട് സന്നാഹ മത്സരം കളിച്ചിരിക്കുകയാണ്. ഇന്ന് രോഹിത് ശർമ്മയും ജയ്സ്വാളുമാണ് ഓപ്പണിംഗ് ഇറങ്ങിയത്. ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. എന്നാൽ രോഹിത് ശർമ്മ കത്തിക്കയറി. ആ പഴയ രോഹിത് ശർമ്മയാണ് നമ്മൾ ഇന്ന് കണ്ടത്. രോഹിത് വെട്ടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത്. ഓസ്ട്രേലിയൻ മണ്ണിൽ രോഹിത്തിന്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമ്മൾ ഇന്ന് കണ്ടത്. രോഹിത് ശർമ്മ സെഞ്ചുറി അടിക്കുകയും ചെയ്തു. അതുപോലെ വിരാട് കോഹ്ലിയാണ് കത്തിക്കയറിയത്. ആദ്യ ടെസ്റ്റിൽ വിരാട് കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതേ മികവ് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കോഹ്ലി. രോഹിത് ശർമ്മയും ടീമിലേക്ക് തിരിച്ചെത്തിയതോടെ ഇന്ത്യൻ ടീം കുറച്ചും കൂടി ശക്തമായിരിക്കുകയാണ്. ഇനി ഇന്ത്യയെ പിടിച്ചാൽ കിട്ടില്ല. രണ്ടാമത്തെ ടെസ്റ്റും ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. ഓപ്പണിംഗിൽ തകർക്കാൻ ജയ്സ്വാളും രോഹിത് ശർമ്മയും ഉണ്ട്. രോഹിത് കുറച്ചു കാലമായിട്ട് ടെസ്റ്റിൽ ഫോം ഔട്ടാണ്. എന്നാൽ ഇപ്പോൾ ഓസ്ട്രേലിയൻ മണ്ണിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിരിക്കുകയാണ്. രോഹിത്തിന്റെ ബാറ്റിംഗ് കണ്ട് ഓസ്ട്രേലിയ വരെ പേടിച്ചിരിക്കുകയാണ്. നേരത്തെ ഓസ്ട്രേലിയൻ ടീമിന് കോഹ്ലി മാത്രം ഉന്നം വെച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഹിത് ശർമ്മയും കൂടി എത്തിയപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് പണി പാളിയിരിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ തന്നെ രോഹിത് ഇല്ലാതെ ഓസ്ട്രേലിയ തോറ്റു, അതും കൂറ്റൻ റൺസിന്. ഇപ്പോഴത്തെ രോഹിത് തിരിച്ചെത്തിയപ്പോൾ ഓസ്ട്രേലിയ രണ്ടാമത്തെ ടെസ്റ്റിലും തോൽക്കുമെന്ന പേടിയിലാണ്. എന്തായാലും ഇന്നത്തെ സന്നാഹ മത്സരത്തിൽ രോഹിത് ശർമ്മയും കോഹ്ലിയുമാണ് അടിച്ചു കളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അതിലും ഇന്ത്യ ജയിക്കുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.